സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് സഹനങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു, പക്ഷേ ഒരു പ്രധാനപ്പെട്ട സഹനത്തെക്കുറിച്ച് സാറ് പറയണം. അത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് സാറിന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സാർ ആ സഹനം ഓർക്കാത്തത് എന്ന് പറഞ്ഞു. സോറി, ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഓർക്കണം. ഒന്ന് വാക്ക്, രണ്ട് കുത്ത്. ഈ കുത്തുവാക്കുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും ആരെയും വേദനിപ്പിക്കും, സംശയമൊന്നുമില്ല. കാരണം ഏത് കുത്തിൻ്റെയും ഉദ്ദേശം തന്നെ എവിടെയാണ് കുത്തുന്നത്, ആരെയാണ് കുത്തുന്നത്, ആൾ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ചിലർ ആയുധം കൊണ്ട് കുത്തും, ചിലർ ആയുധമില്ലാത്ത ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള നാവ് കൊണ്ട് കുത്തും. അപ്പം ഈ കുത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേദന എടുക്കുക എന്നുള്ളതാണ് കുത്തുന്ന ആളുടെ ഉദ്ദേശം, അല്ലാതെ ഒരു തമാശയ്ക്കല്ല. നമ്മളെ അത് അസ്വസ്ഥപ്പെടുത്തണം, നമുക്ക് അത് മുഖാന്തരം ഒരു വേദന ഉണ്ടാവണം, വിഷമം ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം, സംശയമൊന്നുമില്ല. പക്ഷെ വേദനിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തീരുമാനിച്ചാൽ ഈ ആയുധമില്ലാത്ത ഈ കുത്തിൻ്റെ ഒരു വേദനയും നമുക്കുണ്ടാവില്ല. നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കുകയും ആ പർപ്പസ്, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ആ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ലെന്നും ഇതിനെ ഒന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ജീവിതമെന്നും, എൻ്റെ ജീവിതത്തിൽ ഇതിനു വേണ്ടി സമയം പാഴാക്കാതെ ചിലവഴിക്കുക മാത്രമല്ല, അത് പാഴാക്കലും കൂടെ കൂടിയാണ്, വേസ്റ്റിംഗ് ടൈമാണ്. എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ നന്നാക്കി മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചാൽ ഇത് താനേ നിന്നു പൊക്കോളും. നമ്മുടെ മനസ്സും സുഖമാവും, അവരും കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. നമ്മുടെ ഈ വഴികളിൽ ഈ നായ്ക്കളുടെ കുര ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അവർ ഒരു പ്രത്യേക അസ്വസ്ഥത വരുമ്പോഴോ, ഒരു പ്രത്യേക അപകടം മുന്നിൽ കാണുമ്പോഴോ, ഒരു പ്രത്യേക അസ്വസ്ഥത അവർക്ക് ഉണ്ടാകുമ്പോഴോ, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ കുരയ്ക്കുക. പക്ഷെ അവരാരും ആ കുര നീണ്ടു നിൽക്കുന്നില്ല. ഞാൻ രാവിലെ തന്നെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഈ റോഡറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നാക്കിൽ കുരയ്ക്കാറുണ്ട്. അപ്പം ഞാൻ ഒന്ന് മനസ്സിലാക്കി, കുറച്ച് കഴിയുമ്പോൾ അവർ കുര നിൽക്കും. അപ്പോൾ പിന്നീട് വീണ്ടും ഈ സംഭാഷണം തുടരാം. ആദ്യമെല്ലാം അതൊരു പശ്ചാത്തലമായിട്ടെന്ന് വിചാരിച്ചു. പിന്നെ വലിയ ശബ്ദമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അവർ കുറച്ച് കഴിയുമ്പോൾ നിർത്തും. കാരണം അവർക്ക് നിർത്തിയേ പറ്റൂ. കാരണം അതിൻ്റെയും കാരണം അവർ കുറച്ച് ക്ഷീണിക്കും എന്നുള്ളത് തന്നെയാണ് ഒന്ന്. രണ്ടാമത്തെ, അവർ മുന്നിൽ കണ്ട അപകടം മാറി എന്നുള്ളതാണ്. മൂന്നാമത്തെ, അവർ ചെയ്യാനുള്ള ജോലി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നായ്ക്കൾ കുര നിർത്തും. അപ്പം നായ്ക്കളുടെ സ്വഭാവമാണ് കുരയ്ക്കുക എന്നുള്ളത്. അവർ കുരയ്ക്കും. ഞാൻ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ കൊണ്ട് അവർ കുരയ്ക്കും. പക്ഷെ കുര എപ്പോഴും ഉള്ളതല്ല, എന്നേക്കും ഉള്ളതല്ല. അവർ കുറച്ച് കഴിയുമ്പോൾ കുര നിർത്തും. അപ്പം അതുകൊണ്ട് അവർ കുരച്ചു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉദ്യമങ്ങളിൽ നിന്ന് പുറകോട്ട് മാറേണ്ട കാര്യമില്ല, നമ്മുടെ യാത്ര നിർത്തേണ്ട കാര്യമില്ല, നമ്മളെ പിടിച്ചിരുത്താൻ നമ്മൾ ഉള്ളിലേക്ക് നോക്കി ഒതുങ്ങി കൂടേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോവുക. അവർ കുരച്ചോട്ടെ. അവർ കുരച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ കുര നിർത്തും. ഇത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള, ആ സഹനത്തെക്കുറിച്ച്. അല്ല അത് കേട്ട് മടുത്തു, സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുത്തുവാക്കുകൾ എന്നുള്ളത് അവർക്കൊരു ആനന്ദമായിരിക്കും. അതിന് നാർസിസമെന്നോ സാഡിസമെന്നോ എന്തൊക്കെ വാക്കുകൾ വേണമെങ്കിലും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളെ അത് ബാധിക്കുന്നില്ല എന്ന് കാണുക എന്ന് മനസ്സിനോട് പറയാൻ മാത്രമേ ഉള്ളൂ. അതിനെ അവഗണിക്കുക എന്ന് മാത്രമേ. അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഏൽക്കുന്നില്ല എന്ന്. അപ്പോൾ അവരത് നിർത്തിക്കൊള്ളും. നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. നമ്മളെക്കുറിച്ച് അവർ പറയുന്നത് അവരുടെ അഭിപ്രായമാണ്, നമ്മുടെ വിലയിരുത്തലല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് വിലയിരുത്തലാണ്. വാട്ട് എവർ സംബഡി സേസ് അബൌട്ട് യു ഈസ് ദെയർ ഒപ്പീനിയൻ, നോട്ട് യുവർ അസസ്മെൻറ്റ്. ഒരു വലിയൊരു തത്വമാണ് ഇംഗ്ലീഷിൽ, ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ, നമ്മുടെ വില അവരുടെ വാക്കിലല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഇവിടെയും കേൾക്കുന്ന കുരകൾ നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ലക്ഷ്യബോധമില്ല എന്നാണ്.
നമുക്ക് നല്ലൊരു ലക്ഷ്യബോധവും ആ ലക്ഷ്യം ശുദ്ധവും ആ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സും അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആരും ആണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോട്ടെ, പക്ഷേ വിലയിരുത്തൽ നമ്മുടേതാണ്. നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കുക, നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായിരിക്കുക, നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ തടഞ്ഞു നിർത്താനാവില്ല. വിജയം നമ്മുടേത് മാത്രമായിരിക്കും ആത്യന്തികമായിട്ട്. ആ വിജയം അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ പരാജയം കണ്ട് അവർ സന്തോഷിക്കാതെ വിജയം കണ്ട് അവർക്ക് തിരിച്ചറിവുണ്ടാവാൻ തക്കവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.